ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് വേൾഡ് ഫുഡ് ഡേ ആണ്. അതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കാണണേ. പിന്നെ ഇന്ന് എല്ലാ കുട്ടികളും വേൾഡ് ഫുഡ് ഡേ ആയിട്ട് ഒരുപാട് ഫുഡ് ഐറ്റംസൊക്കെ വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടുള്ളൊരു ഫുഡ് ഡേ സെലിബ്രേഷനാണ് ഇന്ന് നടക്കുന്നത്. നമ്മളിപ്പോൾ ആദ്യം കണ്ടത് LKG കുട്ടികളുടെയാണ് കേട്ടോ. അവർ ഫ്രൂട്ട്സാണ് കൊണ്ടുവന്നത്. പിന്നെ ക്ലാസ് 1 ആണ് സെക്കൻഡ് കണ്ടത്. അവർ ഇതുപോലെ എഗ്ഗ് വെച്ചിട്ടുള്ള ഐറ്റംസാണ് കൊണ്ടുവന്നത്. ഇത് ക്ലാസ് 2-ൻ്റെയാണ്. അവർ അവൽ വെച്ചിട്ടുള്ള വിഭവങ്ങളാണ് കൊണ്ടുവന്നത്. ലഡു, പിന്നെ അവൽ കുതിർത്തത്, അങ്ങനെയൊക്കെ ഉള്ളതാണ്. അങ്ങനെ ഓരോ ക്ലാസ്സിലും അവർ തയ്യാറാക്കിക്കൊണ്ട് വന്നിട്ടുള്ള വിഭവങ്ങളെ പറ്റിയിട്ടും അതിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ടും ഒക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ. അപ്പം എല്ലാ ക്ലാസ്സിലെയും കുട്ടികൾ ഒരുമിച്ച് വന്ന് നിന്ന് അവർ കൊണ്ടുവന്ന ഫുഡ് ഐറ്റംസും ഇതുപോലെ ടേബിളിൽ വെച്ചിട്ട് അതിനെപ്പറ്റി അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ഫുഡായിരുന്നു അവർ കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഓരോ ക്ലാസ്സിലും ഓരോ രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പം ഒരു ക്ലാസ്സിൽ ഇപ്പോൾ ആവിയിൽ പുഴുങ്ങിയിട്ടുള്ള ഇതുപോലത്തെ വിഭവങ്ങളായിരുന്നെങ്കിൽ മറ്റേ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു ഐറ്റം വെച്ചിട്ടുള്ള പലതരത്തിലുള്ള പല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള വിഭവങ്ങളാണ് കൊണ്ടുവന്നിരുന്നത്. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലായിരുന്നെങ്കിൽ ചെറുപയർ വെച്ചിട്ടുള്ള ചെറുപയർ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാം. നമുക്കിപ്പം മോദകം പോലെ ഉണ്ടാക്കിയെടുക്കാം, അതുപോലെ ലഡു പോലെ ഉണ്ടാക്കിയെടുക്കാം, പിന്നെ തേങ്ങയൊക്കെ ചേർത്തിട്ടൊരു ചെറിയൊരു പലഹാരം പോലെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ പലതരത്തിൽ ചെയ്യാം. സലാഡ് ഉണ്ടാക്കാം. അങ്ങനെ പിന്നെ മരച്ചീനി നമുക്ക് പുഴുങ്ങി കൊണ്ടുവരാം. അതുപോലെ തന്നെ ഇതുപോലെ കൂട്ടാൻ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്ന തരത്തിൽ അങ്ങനെ ചെയ്തുകൊണ്ട് വരാം. പിന്നെ ഗോതമ്പ് വെച്ചിട്ടുള്ള ചപ്പാത്തി, പിന്നെ റാഗിയൊക്കെ വെച്ചിട്ടുള്ള ഇടിയപ്പം, അങ്ങനെ പലതരത്തിലുള്ള വിഭവങ്ങളാണ് അവർ കൊണ്ടുവന്നത്. നമ്മൾ പോലും ഞെട്ടിപ്പോകുന്ന തരത്തിലാണ് ഓരോ വീട്ടിൽ നിന്നും തയ്യാറാക്കി കൊടുത്തു വിട്ടത് അവർക്ക് വേണ്ടിയിട്ട്. ഇത്രയും വെറൈറ്റി ഐറ്റംസ് ഇതിൽ നിന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മളിപ്പോഴാണ് കേട്ടോ അറിഞ്ഞത്. അത്രയ്ക്കും വെറൈറ്റി ആയിരുന്നു മിക്കതും. അപ്പോൾ നമ്മുടെ ഹണി മിസ് വീഡിയോ എടുക്കുന്നുണ്ട്. ഹണി മിസ്സിൻ്റെ മക്കളുടെ അടുത്തേക്ക് ഓടി എത്തിയിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാവരും ഇതുപോലെ അവർ തയ്യാറാക്കിയ വിഭവങ്ങളുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അവിടെ ചിരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ റെമിസ മിസ്സാണേ. അങ്ങനെ എല്ലാവരും ഇതുപോലെ അവർ തയ്യാറാക്കിയ വിഭവങ്ങളൊക്കെ കാണിച്ചുകൊണ്ടങ്ങ് നിൽക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് പ്രമാണിച്ച് അവരെന്നെ ഇത് കാണിച്ചു തരികയാണ് എനിക്ക്. പിന്നെ അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും ബെനിഫിറ്റ്സൊക്കെ പറഞ്ഞു കൊണ്ടിട്ടുള്ള ചാർട്ട് അവർ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഇതുപോലെ ടേബിളിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ബനാന വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഏത്തയ്ക്കപ്പം, പിന്നെന്തോ ഹൽവ പോലത്തത്, ചിപ്സ്, അങ്ങനെ എന്തൊക്കെയോ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതെന്തായിരുന്നു, ഇത് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന സാധനങ്ങളാണ്. ഇലയപ്പം, ഇഡ്ഡലി, പിന്നെ പുട്ട്, മുട്ട, അങ്ങനെ പലതരത്തിലുള്ള കൊഴുക്കട്ട, അങ്ങനെ ആവിയിൽ പുഴുങ്ങിയെടുത്തിട്ടുള്ള കുറച്ച് വിഭവങ്ങൾ. പിന്നെ നമ്മുടെ സ്വന്തം ചെറുപയറിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. അപ്പോൾ അത് വെച്ചിട്ടുള്ള ലഡു, സാലഡ്, പിന്നെന്താണ് മറ്റേ മോദകം പോലത്തത്, പിന്നെ ഇതുപോലെ തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ അത്. ഇനി നമുക്കൊരു ചെറിയ സ്കിറ്റ് കാണാം. വേൾഡ് ഫുഡ് ഡേ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചെറിയൊരു സ്കിറ്റാണ്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാം.
അപ്പോൾ അതായിരുന്നു നമ്മുടെ ചെറിയ സ്കിറ്റ്. അപ്പോൾ അതിൻ്റെ തീം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സെക്ഷൻ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ക്ലാസ്സിലെ കുട്ടികളെ എല്ലാവരെയും ഇതുപോലെ ലൈനായിട്ട് നിർത്തി അവർക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് അവർക്ക് എടുക്കാം. സീനിയേഴ്സ് കുട്ടികളാണ് അവിടെ സെർവ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവരത് എടുത്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആ ഒരു സെക്ഷൻ ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ വരുന്നതാണ് എൻ്റെ മോൻ. അതേ ഇപ്പം എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് കൈയൊക്കെ ചൂണ്ടി കാണിക്കുന്നുണ്ട്. അതാണ് എൻ്റെ പുത്രൻ. അവന് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. എന്തൊക്കെയോ വാങ്ങിയിട്ട് പോകുന്നുണ്ട്. കഴിക്കാനാണോ കളയാനാണോ ദൈവത്തിനറിയാം. അങ്ങനെ എല്ലാ ക്ലാസ്സിലെ കുട്ടികൾക്കും ഇതുപോലെ ഫുഡ് കൊടുത്തു. അവർക്ക് ഇഷ്ടമുള്ളത് അവരെടുത്തു, അല്ലാത്തത് ചോദിക്കാത്തവർക്ക് നമ്മൾ ഇതുപോലെ കൊടുത്തു. കുഞ്ഞു കുട്ടികൾക്കൊന്നും ചോദിക്കാൻ അറിയത്തില്ലല്ലോ, അവർക്ക് ഇതൊക്കെ ഏതാണ് എന്താണെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ അവർക്കൊക്കെ നമ്മളിതുപോലെ കൊടുക്കുന്നുണ്ട്. ചില കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് കഴിക്കാൻ, ചിലർക്കൊക്കെ പാടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കാനൊക്കെ. അങ്ങനെ കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ സെക്ഷനിലേക്ക് കടക്കുകയാണ് ഗൈസ്. നമ്മുടെ സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് എങ്ങനെ തുടങ്ങും എവിടെ തുടങ്ങണമെന്ന് അറിയാത്ത കണ്ടീഷനായിരുന്നു. ഞങ്ങളിങ്ങനെ ഓടി നടന്ന് കഴിക്കുകയായിരുന്നു. ഇത് കുറച്ച് നാൾ മുമ്പെടുത്ത വീഡിയോ ആണ് കേട്ടോ. വേൾഡ് ഫുഡ് ഡേക്ക് കഴിഞ്ഞിട്ട് കുറേ നാളായി. അപ്പോൾ ഇന്നാണ് എനിക്ക് ഇടാൻ സമയം കിട്ടിയത്. എഡിറ്റൊക്കെ ചെയ്ത് വരണ്ടേ. അപ്പോൾ ഇതിപ്പോൾ അന്ന് ഞാൻ ഭയങ്കര സംഭവത്തിൽ എടുത്ത വീഡിയോ ആണ്. ഞാനിപ്പോൾ അങ്ങ് തകർക്കും ഇടുമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ ഒരു പരിധിയൊക്കെ ഉണ്ട് കേട്ടാ. എനിക്കൂടെ എടുക്കണേ ആ പ്ലേറ്റിൽ, പ്ലീസ് പ്ലീസ്. ഇത് പൊന്നുമാണല്ലേ. എടേ മോഷണം ആക്കും. നമ്മുടെ തീറ്റ ഇവിടെ തീരുന്ന ലക്ഷണമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.